എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രക്കാരെ പറ്റിയാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ജനനം ആദിത്യ ദശയിലാണ് ജനനം. അതുപോലെ കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക മേടം രാശിയിലും ബാക്കി വരുന്ന 45 നാഴിക ഇടവം രാശിയിലുമാണ് ഉള്ളത്. കാർത്തിക അസുരഗണമാണ്. അതുപോലെ ദശാനാഥൻ ആദിത്യനും ദേവത അഗ്നിയും ആണ്. ഈ നക്ഷത്രക്കാരുടെ മൃഗം ആടും, അവരുടെ പക്ഷി പുള്ളും, മരം അത്തിയും ആകുന്നു. ജനന സമയം ചിലർ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ ഭാഗത്തും ചിലർ അവസാന ഭാഗത്തും ഒക്കെ ജനിക്കുന്നു. എന്നാലും ഇവരുടെ ദശാകാലം ഒക്കെ ഒരു ആവറേജ് കണക്ക് കൂട്ടിയാൽ ജന്മത്തിൻ്റെ പകുതിയായ 3 വർഷം ആദിത്യദശയും തുടർന്ന് വരുന്ന 10 വർഷം ചന്ദ്രദശ, അതായത് 13 വയസ്സ് വരെ, പിന്നെ ഒരു 7 വർഷം ചൊവ്വാദശ, അതൊരു 20 വയസ്സ് വരെ, പിന്നെ 18 വർഷം രാഹുദശ, അതായത് 38 വയസ്സ് വരെ, പിന്നെ 16 വർഷം വ്യാഴദശ, 54 വയസ്സ് വരെ, പിന്നെ 19 വർഷം ശനിദശ, അതായത് 73 വയസ്സ് വരെ, അതിനുശേഷം ബുധദശ. ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലം പോകുന്നത്. കുജദശ 13 മുതൽ 20 വയസ്സ് വരെ, അതുപോലെ വ്യാഴദശ 38 വയസ്സ് മുതൽ 54 വയസ്സ് വരെ, അതുപോലെ ബുധദശ 73 വയസ്സിന് ശേഷം. ഈ ദശാകാലങ്ങളിൽ കുജദശ, വ്യാഴദശ, ബുധദശ എന്നീ ദശാകാലങ്ങളിൽ ഇവർ ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ഈ ദശാകാലം അത്ര ഒരു നല്ല ദശാകാലമല്ല. അതുപോലെ കാർത്തിക നക്ഷത്രക്കാർ പതിവായി സൂര്യനെയും ശിവനെയും ഭജിക്കുന്നതും നല്ലതാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ ദിവസങ്ങളിൽ ഈ നക്ഷത്രങ്ങൾ, കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ സൂര്യഭജനം, ശിവക്ഷേത്ര ദർശനം അതുപോലെ നടത്തുക. അതുപോലെ കാർത്തികയും ഞായറാഴ്ചയും ഒത്തുവരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതം അനുഷ്ഠിക്കുന്നതും നല്ലതാണ്. അതുപോലെ ആദിത്യ ഹൃദയമന്ത്രം പതിവായി ജപിക്കുന്നതും നല്ലതാണ്. അതുപോലെ കഴിയുന്നതും പകലുറക്കം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ കാർത്തികയുടെ മേടക്കൂറുകാർ കുജ പ്രീതികരമായ കർമ്മങ്ങളും ഇടവക്കൂറിൽ ജനിച്ചവർ ശുക്ര പ്രീതികരമായ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. അതുപോലെ ചുവന്ന കളറ്, കാവി തുടങ്ങിയ കളർ ധരിക്കുന്നതും നല്ലതാണ്. മകയിരം, പുണർദം, ആയില്യം, തൃക്കേട്ട, മൂലം, പൂരാടം എന്നീ നാളുകാരുമായുള്ള ബന്ധങ്ങളും ഇവർ ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഈ മകയിരം, പുണർദം, ആയില്യം, തൃക്കേട്ട, മൂലം, പൂരാടം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിലും ഇവർ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നല്ലതല്ല. അത് ശ്രദ്ധിക്കണം. കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ ശരീരപ്രകൃതി പല തരത്തിലുള്ള ശരീരപ്രകൃതി ഉള്ളവരാണ്. എങ്കിലും പൊതുവായിട്ട് പറഞ്ഞാൽ കൃത്യമായി ആരോഗ്യം ഒക്കെ ഉള്ളവരായിരിക്കും ഇവർ. ഇവരുടെ ശുഭലക്ഷണമായി പറയുന്നതും ഈ കാര്യങ്ങളൊക്കെ ആണ്. അതായത് നീണ്ടുയർന്ന നാസിക, അതുപോലെ നല്ല വിടർന്ന കണ്ണുകൾ, എപ്പോഴും കണ്ടാൽ സുന്ദരമായ മുഖഭാവം, അതുപോലെ ആർക്കും വിനയം തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ, അതുപോലെ ഭക്ഷണ കാര്യങ്ങളിലും ഇവർക്ക് പ്രത്യേകമായ നിഷ്ഠകൾ ഒന്നുമില്ല. ഇന്ന ഭക്ഷണം വേണമെന്ന് എന്ന നിർബന്ധങ്ങളോ ഒന്നുമില്ല. ആരോഗ്യ വിഷയത്തിൽ ഇവരും മറ്റുള്ളവരുടെ അത്രയും തന്നെ ആരോഗ്യം ഇവർക്കും ഉണ്ട്. ഇവരെ ബാധിക്കുന്ന ചില രോഗങ്ങളൊക്കെ ഇവരെ ബാധിക്കാറുണ്ട്. അത് ശിരസിന് എന്തെങ്കിലും തരത്തിലുള്ള രോഗം, അതുപോലെ പല്ലിന് രോഗം, കണ്ണിന് രോഗം, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ഇവരെ ബാധിക്കാറുണ്ട്. പക്ഷേ ആ രോഗങ്ങളൊന്നും അത്ര ഒരു മാരകമായ അവസ്ഥയിലോട്ട് എത്തുകയും ഇല്ല. അതുപോലെ മിഥുനമാസം, കന്നിമാസം, മേടമാസം എന്നീ മാസങ്ങളിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് വായു സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയും ഉണ്ട്. എന്നാലും അതും അത്ര മാരകമൊന്നുമല്ല. ഇവരത്ര കൃത്യമായ ദിനചര്യയൊന്നും പാലിക്കുന്നവരല്ല പൊതുവെ.
അതുപോലെ ബുദ്ധി സാമർഥ്യത്തിൽ നല്ല മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ. അതുപോലെ ഒരു ലക്ഷ്യം മാത്രം മുൻനിർത്തി ഇവരൊട്ട് പ്രവർത്തിക്കാറും ഇല്ല. അസാമാന്യമായ കഴിവുള്ളവരാണ്, സാമർഥ്യം ഉള്ളവരാണ്. ഇതൊക്കെ കൊണ്ട് ഇവരെ ഒരു കാര്യത്തിലും പെട്ടെന്ന് ഉറച്ചു നിൽക്കാറും ഇല്ല. അതുപോലെ ഇവർക്ക് ചില ആദർശ നിഷ്ഠകളൊക്കെ ഉണ്ട്. അതുപോലെ ഇവർക്ക് ഭയങ്കര അഭിമാന ബോധമുള്ളവരാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇവരുടെ ജീവിതത്തെ പലപ്പോഴും പരിവർത്തന വിധേയം ഒക്കെ ആക്കാറുണ്ട്. അതുപോലെ ഇവർ പലർക്കും ഉപദേശങ്ങളൊക്കെ നിർദ്ദേശിക്കാറുണ്ട്. പക്ഷേ സ്വന്തം കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊട്ട് ഇവരെ പുലർത്താറുമില്ല. പല കാര്യങ്ങൾക്കും പലർക്കും ഉപദേശം കൊടുക്കും, പക്ഷേ ഈ സ്വന്തം കാര്യം വരുമ്പോൾ അതൊട്ട് പുലർത്താറുമില്ല. പിന്നെ ചെയ്യുന്നത് പറഞ്ഞാൽ അപ്പോഴത്തെ സാഹചര്യം എന്താണോ അതനുസരിച്ചാണ് ഇവർ പ്രവർത്തിക്കുക. അതുപോലെ പങ്കാളിത്ത പ്രവർത്തനങ്ങളിൽ ഇവർക്കൊട്ട് താല്പര്യവുമില്ല. പങ്കാളിത്ത കച്ചവടമാണെങ്കിലും അതെങ്കിൽ കൂട്ട് കിട്ടിയുള്ള എന്തെങ്കിലും പരിപാടികൾക്കൊന്നും ഇവർക്ക് താല്പര്യമില്ല. അതുപോലെ ഈ പറഞ്ഞ പങ്കാളിത്ത പ്രവർത്തനത്തിലൂടെ അഥവാ ഇനി എന്തെങ്കിലും ലാഭമുണ്ടായാലും അതൊന്നും എനിക്ക് വേണ്ട എന്നുള്ള ഒരു മനോഭാവവുമാണ് ഇവർ വെക്കാറ്. അതായത് മറ്റൊരാളുടെ കീഴിലോ അല്ലെങ്കിൽ തണലിലോ നിയന്ത്രണത്തിലോ ഒന്നും വർക്ക് ചെയ്യാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ഉണ്ടാകുന്ന വിജയങ്ങളും ഇവർക്ക് വേണ്ട. അതുപോലെ സ്വന്തം ബലഹീനതയും ദോഷങ്ങളും ഒക്കെ അവഗണിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ വിജയങ്ങളെ പോലും ഇവർ ആഘോഷിക്കുകയും ചെയ്യും. അതുപോലെ സദാചാര നിഷ്ഠയുള്ളവരാണ്, ഉറച്ച ഈശ്വര വിശ്വാസമുള്ളവരാണ്. പക്ഷേ എങ്കിലും ഇവർ അനുഷ്ഠാനങ്ങളുടെയൊക്കെ പേരിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങളെയൊക്കെ ഇവർ അംഗീകരിക്കുകയും ചെയ്യുകയില്ല. അതുപോലെ സമൂഹത്തിന് ഗുണപരമായി എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യണമെന്ന് ആഗ്രഹവും ഉള്ളവരാണ് ഇവർ. പക്ഷേ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ ഇവർ പ്രവർത്തിച്ചാലും അധികകാലം ഇവരവിടെ നിൽക്കുകയില്ല. പെട്ടെന്ന് തന്നെ അത് വിട്ടേച്ച് പോരും. എന്തൊക്കെയായാലും അതുപോലെ വർഗീയ ചിന്ത, സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ഒക്കെ എതിരായി പ്രവർത്തിക്കാൻ താല്പര്യം ഇവർക്കുണ്ട്. എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും ഇവർക്ക് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒന്നും ഇവരെ തേടി ഒട്ടു വരാറുമില്ല. ഈ അംഗീകാരവും പുരസ്കാരവും ഒക്കെ കിട്ടാൻ വേണ്ടി ഇവരൊട്ട് വളഞ്ഞ വഴികളൊന്നും സ്വീകരിക്കത്തും ഇല്ല. അതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളെ പറ്റിയൊക്കെ മനസ്സിലാക്കി ഭാവി എങ്ങനെ രൂപപ്പെടുത്താം എന്ന് കൃത്യമായി അറിയാവുന്നവരും ആണ് ഇവർ. അതുപോലെ ചില സന്ദർഭങ്ങളിലൊക്കെ തെറ്റ് ചെയ്യുന്നവർക്ക് മാപ്പ് കൊടുത്ത് ജീവിതത്തിൻ്റെ നന്മ നിറഞ്ഞ വഴിയിലേക്കൊക്കെ അവരെ നയിക്കാൻ, അതുപോലെ അവർക്ക് ജീവിത വിജയം ഒക്കെ നേടിക്കൊടുക്കാനും ഒക്കെ ഈ കാർത്തിക നക്ഷത്രക്കാർ ഉത്സാഹിക്കാറുമുണ്ട്. എങ്കിലും ഇവരുടെ ആ ബുദ്ധി സാമർഥ്യത്തിനും പ്രയത്നശീലത്തിനും തക്ക വിധമുള്ള ഒരു പ്രതിഫലം ഇവർക്ക് മാനസികമായി പോലും ലഭിക്കാറും ഇല്ല. വിശ്വസിച്ചൊക്കെ ഉള്ളവർ ചതിക്കും. ഇവരെ എല്ലാവരും എപ്പോഴും സ്നേഹിക്കുകയും ചെയ്യും. പക്ഷേ അവർക്ക് വേണ്ട സഹായവും ചെയ്യും. പക്ഷേ അവരിൽ നിന്ന് ഇവർക്ക് ദോഷം മാത്രമേ ഉണ്ടാവൂ. അതുപോലെ ബന്ധുക്കളോട് പ്രശ്നം, കുടുംബക്കാരോട് പ്രശ്നം, ആലോചനയില്ലാതെ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ പറയുക, അതുപോലെ എന്ത് കാര്യവും മുൻകൂട്ടി കാണാതെ പ്രവർത്തിക്കുക, ബുദ്ധി ഉണ്ടെങ്കിലും നമ്മുടെ സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ അല്പം മടി കാണിക്കുക, ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി ഈ ബുദ്ധി ഇവരെ ഉപയോഗിക്കുകയും ചെയ്യും. ആർക്കും എന്ത് സഹായവും ഇവരെ ചെയ്തു കൊടുക്കും. ഈ സഹായം ചെയ്തു കൊടുത്താൽ ആ സഹായം സ്വീകരിക്കുന്നവരാകട്ടെ ആ നന്ദിയൊട്ട് ഇവരോട് കാണിക്കാറുമില്ല. ചിലപ്പോൾ ഇവരെ ഒറ്റപ്പെടുത്തുക പോലും ചെയ്യും. കാർത്തികയുടെ 1-ാം പാദം, അതായത് മേടക്കൂറിൽ ജനിച്ചവർക്ക് അല്പം തീഷ്ണ സ്വഭാവമൊക്കെ ഉണ്ടായിരിക്കും, കൂടുതലായിരിക്കും. ഇടവക്കൂറിൽ ജനിച്ചവർക്കാകട്ടെ ആഡംബരപ്രിയം കൂടിയിരിക്കും. അതുപോലെ വില കൂടിയ വസ്ത്രങ്ങളെ, ആഭരണങ്ങളെ ഇവയൊക്കെ ധരിക്കാനുള്ള ഒരു ആഡംബരപ്രിയം ഇവർക്ക് കൂടിയിരിക്കും. അതുപോലെ ഇവർക്ക് സഹോദരന്മാർ പൊതുവെ കുറവായിട്ടാണ് കാണുന്നത്. സഹോദരിമാരുണ്ടാകും. ഈ ഇനി സഹോദരന്മാരുണ്ടായാൽ തന്നെ അവർ തമ്മിൽ നല്ല പ്രായവ്യത്യാസവും ഉണ്ടാകാറും ഉണ്ട്. കാർത്തിക നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതവും വിജയകരമാണ്. അതുപോലെ ഗ്രഹഭരണശേഷിയും ഭർത്താവിൻ്റെ താല്പര്യങ്ങൾക്കും ഒക്കെ
ഈ ഭാര്യമാരുടെയൊക്കെ ആരോഗ്യക്കുറവ് ഇവർക്കൊരു പ്രശ്നം ആകാറുമുണ്ട്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു വിരഹ സാധ്യതയ്ക്കൊക്കെ കാരണം ആകാറുണ്ട്. ഇവർ സുഖം ആഗ്രഹിക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ, അതുപോലെ കാമശീലരും. പക്ഷേ ഇതൊന്നും ഇവരുടെ സന്മാർഗനിഷ്ഠയ്ക്ക് തടസ്സവും ആകാറില്ല. ചിലപ്പോഴൊക്കെ തുടർച്ചയായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഇവർക്കുണ്ടാകാം. അതിവരെ അലട്ടിക്കൊണ്ടിരിക്കും. എങ്കിലും അതൊന്നും ദാമ്പത്യ ജീവിതത്തെ അത്രയേറെ ബാധിക്കാറും ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും ഒക്കെ തൃപ്തികരവും സമാധാനപൂർണ്ണപരവും ഒക്കെ ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് സ്വന്തം ജീവിതത്തെപ്പറ്റിയൊക്കെ ഇവരെ സ്വന്തമായിട്ട് തന്നെ വിശകലനം ചെയ്യാറുമുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ജീവിതത്തിൽ പലതിനും ഇവർ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ അതായത് സ്വന്തം കർത്തവ്യ നിർവഹണത്തിൽ ഇവരെപ്പോഴും ജാഗരൂകരായിട്ടിരിക്കുകയും ചെയ്യും. ഇവരെന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ എത്ര കഷ്ടപ്പാട് സഹിച്ചും അവരത് സാധിച്ചെടുക്കുക തന്നെ ചെയ്യും. ചുറ്റുപാടും സമൂഹത്തിലും ഒക്കെ ഇവർക്ക് ബഹുമാനതയും അംഗീകാരവും ഒക്കെ വേണ്ടുവോളം കിട്ടാറുമുണ്ട്. അതിന് കാരണം തന്നെ എന്ത് കാര്യത്തിനും ഇവരിലുള്ള ഒരു നേതൃത്വ ഗുണമാണ്. അഭിമാനബോധം ഇവരുടെ ഒരു മുഖമുദ്ര തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഒരു ചതിവോ വഞ്ചനയോ ഒന്നും മറ്റൊരാൾക്ക് ഉണ്ടാകാറുമില്ല. ഏത് വിഷയത്തിലും ആത്മാർത്ഥത പുലർത്തും, അതുപോലെ സത്യസന്ധതയും ഇവർ പുലർത്തും. ഇതൊക്കെ കൊണ്ട് തന്നെ പല ദോഷഫലങ്ങളും ഇവർ അനുഭവിക്കേണ്ടതായും വരുന്നുണ്ട്. ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെടേണ്ട വരുന്നുണ്ട്. ഇവർ ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെടും. അതുപോലെ ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അടക്കാനാവാതെ വീണ്ടും വിചാരമില്ലാതെ ഏത് സാഹചര്യത്തിലും എന്ത് പ്രവർത്തിക്കും ഇവർ മുതിരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർ ശാന്തതയും സമചിത്തതയും ഒക്കെ പരിശീലിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ മത്സരങ്ങളിലെ, അതുപോലെ വാദപ്രതിവാദങ്ങളിലെ ഒക്കെ ഇവരുയർത്തുന്ന ന്യായങ്ങളും യുക്തികളും അനിഷേധ്യമായ യുക്തിയും ന്യായവുമാണ് ഇവരെ ഉയർത്തുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ സ്വന്തം കുടുംബമോ അല്ലെങ്കിൽ സ്വന്തം നാടോ ഒന്നുമല്ല ഇവർക്ക് ശ്രേയസ് നൽകുന്നത്. ഇവർ പുറം നാടുകളിലെ ജീവിതവും പ്രവർത്തനവുമാണ് ഇവർക്ക് കൂടുതൽ ശ്രേയസ് കിട്ടാൻ നല്ലത്. മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ സ്നേഹവാത്സല്യങ്ങൾക്ക് ഇവർ പാത്രീഭൂതരാകാറുണ്ട്. എങ്കിലും പിതാവിൻ്റേതിനേക്കാൾ കൂടുതലും മാതാവിൻ്റെ വാത്സല്യമാണ് ഇവർക്ക് ഏറെ ലഭിക്കാറുള്ളത്. അതുപോലെ പിതൃഭാഗത്തു നിന്നുള്ള സൗഭാഗ്യവും ഇവർക്ക് കുറവായിരിക്കും. 50 വയസ്സ് വരെ ഇവരുടെ ജീവിതം താരതമ്യേന അഭിവൃദ്ധിയൊക്കെ കുറഞ്ഞതായിരിക്കും. ഇതിനിടയിലൊക്കെ വളരെയേറെ പരിവർത്തനങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുമുണ്ട്. എങ്കിലും ഒരു 24 വയസ്സ് മുതൽ 35 വയസ്സിനകം, അതുപോലെ 50 മുതൽ 55 വയസ്സിനകം ഒക്കെ ഇവർക്ക് പല നേട്ടങ്ങളും ഉണ്ടാകാറുണ്ട്. അതുപോലെ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും ഈ പറഞ്ഞ ഫലങ്ങളിലേറെയും ഉണ്ടായിരിക്കും. പക്ഷേ അതിനേക്കാൾ ഉപരി ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ തിക്ത അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. ഭർത്താവ് സ്നേഹം ഒക്കെ ഉള്ളവനാണെങ്കിലും ഭർത്തൃ സൗഭാഗ്യമൊക്കെ അല്പം കുറവായിരിക്കും. അതുപോലെ ഭർത്തൃ വിരഹത്തിനും സാധ്യത കാണുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ കൂടുതൽ പങ്കും ഇവരെ വിട്ടകന്ന് നിൽക്കുന്നതായിട്ടാണ് അനുഭവം. ഇവർ സ്നേഹസമ്പന്നരാണെങ്കിലും മറ്റുള്ളവരുടെ മേൽക്കോയ്മയ്ക്കും സമ്മർദ്ദത്തിനും ഒട്ടും വഴങ്ങുന്നവരല്ല. അതുകൊണ്ട് ഇവർക്ക് മാനസികമായ അസ്വസ്ഥതയും അല്പം കുറഞ്ഞിരിക്കും. വേണ്ടപ്പെട്ടവരുമായി പോലും ഇവർ വഴക്ക് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിൽ ചിലർ ഒറ്റപ്പെട്ട് കഴിയുന്നുമുണ്ട്. ചൊവ്വയോ വ്യാഴമോ ഒക്കെ ജാതകത്തിൽ അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന നക്ഷത്രക്കാർ ഈ കാർത്തികയിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള നക്ഷത്രക്കാർക്ക് സന്താന നാശത്തിനുമുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ മാനസിക വിഷമവും കഠിനാധ്വാനവും ഒക്കെ ഇവർക്ക് രോഗം വരുത്താനുള്ള സാധ്യതയുമുണ്ട്. ഇതാണ് കാർത്തിക നക്ഷത്രത്തെ പറ്റി പൊതുവായി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക.
നന്ദി, നമസ്കാരം.